എക്സ്പ്രഷൻ കൊള്ളാം. ബ്യൂട്ടിഫുൾ. താങ്ക് യു. ഏയ് ഏയ് എന്നതാന്നേ? ഒന്നും ഇല്ലാന്നേ. കർത്താവേ, എന്നെ വേല ചെയ്ത്. ഇത് തനിക്ക് തോന്നിയാസവും നേരം പോക്കും കാണിക്കാനുള്ള സ്ഥലമല്ല. തന്റെ അഹങ്കാരം ഡംബമൊക്കെ വലിയ ഇറക്കിലെ അറക്കകത്ത് പൂട്ടി വെച്ചേച്ച് വേണം ഇങ്ങോട്ട് വരാൻ. ഇതേ പരിശുദ്ധിയുള്ള സ്ഥലമാ. ഇവിടെ കയറി വന്ന് നിഹളിക്കരുത്. ആ, ഫോട്ടോ എടുക്കുന്ന അഹങ്കാരമാണോ? ഫോട്ടോ എടുക്കുന്നതല്ല, എടുക്കുന്ന ആ രീതി. അതാ തന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. എന്നാലും എന്നെ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യണ്ടായിരുന്നു. ഒരു ഫ്രീഡം ഒക്കെ ഉണ്ടെന്നാ വിചാരിച്ചത്. ഓക്കെ, ഞാൻ പോവാ. താൻ പോടോ. ഞാൻ പോവാ. അതെ, നിന്നെ മനസ്സില്ല. ഇയാള് പോടോ. എഴുന്നേക്ക്. ഇപ്പൊ തനിക്ക് മനസ്സിലായോ തന്റെ വീട്ടിലെ മൊസൈക്ക് തറയും കളരിത്തറയും തമ്മിലുള്ള വ്യത്യാസം? വെറുതെ വാശി പിടിച്ച് നടക്കാൻ നോക്കേണ്ട, നടക്കുകയല്ല. അവിടെ നിൽക്കാൻ. കളരിയിൽ എന്തോ റിസർച്ച് ചെയ്യാനാ തന്റെ പരിപാടി കേട്ടല്ലോ. നേരാണോ? അതെ, ദേഷ്യ സങ്കടമൊന്നും വിടണ്ട. എന്റെ മുമ്പിൽ തൂക്കുകയും വേണ്ട. പക്ഷെ ചോദിക്കുന്നതിന് ഉത്തരം പറയാമല്ലോ. പറയണം. പറഞ്ഞില്ലെങ്കിൽ എന്നാ പറ. താൻ വന്ന എന്തിനാ? റിസർച്ച് ചെയ്യാനാണോ? അതെ. എന്റെ വെച്ചാൽ തനിക്ക് ഭരതനാട്യം കളിച്ച നടന്നാ പോരെ? ഈ കളരിക്കകത്ത് കയറി കിടന്ന് മലായിക്കണോ? ഇപ്പൊ തൊട്ടടുത്ത് ഒന്നുകൂടെ തൊട്ടേ. എന്നതാ? ഇപ്പൊ തൊട്ടില്ലേ അവിടെ? അതെ, കാലിന്റെ വേദന മാറണോ അതോ താൻ പറയുന്നിടത്തൊക്കെ ഞാൻ തൊട്ടോണ്ടിരിക്കണോ? എന്നാ വേണ്ടേ? എന്നെങ്കിലും ചെയ്യേ. എന്നെങ്കിലും ചെയ്യേ. എന്നതാ തന്റെ വിഷയം? തന്റെ ടോപ്പിക് എന്നതാന്ന്? പോസ്റ്റ് ആൻഡ് ബോഡി മൂവ്മെന്റ്സ് ഓഫ് കളരിപ്പയറ്റ് ആൻഡീറ്റ്സ്. അയാൾ എവിടെ? ആര്? ഇവിടുത്തെ പ്രിയ ശിഷ്യൻ. ആ, ശ്യാമോ? അയാള് മദ്രാസിലെ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. അയാളെ കണ്ട കളരിപ്പയറ്റാനാണെന്ന് തോന്നിയില്ല. ഈസ് വെരി റൊമാൻറ്റിക്. ഈ മുട്ടിനും കൂടി കുഴപ്പാണെന്ന് തോന്നുന്നു. ഇതിനാ ഈ മുട്ടിനായോ എന്ന് പറയുന്നത്? റിസർച്ച് എന്ന് പറഞ്ഞ് വെറുതെ 10-12 ഫോട്ടോ എടുത്ത് നടന്നിട്ടൊന്നും കാര്യമില്ല. കളരിയിലും ഡാൻസിലും ഒക്കെ ശരീരം കൊണ്ട് നന്നായിട്ട് അധ്വാനിക്കണം, വേർക്കണം. ഈ ഭാരതി ശിവജിയും സൊണാൽ മാൻസിംഗും ഒക്കെ അവരുടെ അപ്പന്മാരുടെ മുട്ടയിലും വെടിയുണ്ടാകൊണ്ടിരുന്നത് കൊണ്ടല്ല പ്രശസ്തരായത്. അറിയാം? മമ്മി അങ്ങനെ വേറെ ആണുങ്ങളുള്ള വീട്ടിൽ നിന്ന് കെട്ടാൻ പോയി. അങ്ങനെ ഇങ്ങോട്ട് വരുമോ? നല്ല ചുട്ടടി വെച്ചിരും. എന്റെ അമ്മച്ചി ജോണിയുടെ അപ്പം പിണങ്ങി അങ്ങേരുടെ വീട്ടിൽ പോയിരിക്കുക. പിന്നെ അവൻ പിണങ്ങുന്നു, അതിനുള്ള ഉശരൊന്നും അവനില്ല. അയ്യോ, എന്റെ പൊന്നും കുരിച്ച് മുത്തപ്പനാണ് സത്യം. വല്ല നാട്ടിലും അഭിമാനം കളഞ്ഞ് ജീവിക്കാൻ കഴിയലെന്നും പറഞ്ഞു പോയതാ. ആരെടി അവന്റെ അഭിമാനം കളഞ്ഞേ? സഹോദര സ്നേഹമുള്ള എന്റെ ഒരു പുന്നാര സഹോദരനാ. ഇവൻ ഒറ്റ കാരണം എനിക്ക് ഗതിയോട് വന്നത്. ചേച്ചി, ഞാനൊരു ഐഡിയ പറയാം. ചേച്ചി ഇനിയും വയനാട്ടിലോട്ടൊന്നും പോണ്ട, ഇവിടെ അങ്ങോട്ട് ഓടിക്കോ. അമ്മച്ചി, ദൈവം പറയുന്ന കേട്ടോ. വല്ല നാട്ടിലും ആടിനെയും കോഴിയും ഏലക്കയും കുരുമുളകും ഒക്കെ കളഞ്ഞു വെച്ച് ഞാൻ ഇങ്ങോട്ട് പോരാനോ? അപ്പൊ ജോണിയുടെ അപ്പന്റെ കാര്യോ? അതും അങ്ങ് പോയിക്കോട്ടെ. പപ്പ നിൽക്കുന്നു. ആഹാ, നിങ്ങൾ ഒന്നിച്ചു വന്നേച്ചാന്നോടി ഈ തിരിമറിയലൊക്കെ? ഇറങ്ങി ചെന്ന് തന്തയെ വിളിച്ചോണ്ട് വാടാ. ഇവന്റെ ഈ ഒളിഞ്ഞോട്ടം കൊണ്ട് ഇങ്ങനെ ചില ഗുണമുണ്ട്. അയ്യോ എന്റെ കർത്താവേ, ഇത് എവിടുന്ന് വരുന്നു? ചുമ്മാ വേല ഇറക്കാതെ എന്നെ ഇവിടുന്ന് അങ്ങോട്ട് കെട്ടിയെടുത്തോണ്ട് പോകാനാ രണ്ടുപേരും കൂടെ വന്നിരിക്കുന്നത്. അയ്യോ, എന്റെ പരിമലപ്പള്ളിയാണ് സത്യം. വർഗീസ് അളിയൻ വയനാട്ടിൽ കാല് കുത്താതെ ഞാൻ തിരിച്ചു വരികയെന്നും പറഞ്ഞു പോയ മനുഷ്യനാ. ഇപ്പൊ ദേ വരുന്നു. ബാബാ, ഇയാളെന്നെ അവിടെ നിന്ന് കളഞ്ഞേ. അല്ലേ, നിങ്ങളിത് എവിടുന്ന് വരുന്നു?
നീ ഇപ്പൊ സൈഡ് മാറിയോ? കണ്ടിട്ടേ ഇല്ലാത്തതുപോലെ. ദേ, ദേ, എന്നെ അവിടെ നിർത്തിയാ ചെല്ലിയോ ഇവിടെ ഇങ്ങോട്ട് വന്നത്? അതെ, ഞാനായിരിക്കത്തില്ല, നിങ്ങളുടെ മറ്റുള്ളായിരിക്കും. ദേ, തെമ്മാടത്തിനെ പറഞ്ഞാണല്ലോ. ഇപ്പൊ പരിസരമൊന്നും ഞാൻ നോക്കില്ല. അടിച്ച് പള്ളിയെ തെറിപ്പിക്കും. എന്റെ കർത്താവേ, ഞാനാണല്ലോ എല്ലാവരുടെ മുമ്പിലും മോശക്കാരിയാവുന്നേ. ഈ നെഞ്ചത്തടിയും നിലവിളിയും ഒന്നും കണ്ടെന്ന് വെച്ച് എന്റെ മനസ്സലിയല. നേരും നെറിയും ഇല്ലാത്ത കാര്യത്തിന് കൂട്ട് നിന്ന് തല്ലാനും കൊല്ലാനും അല്ല ഞാൻ കളരി പഠിച്ചതും പഠിപ്പിക്കുന്നതും. അതിനെന്നെ കിട്ടിയാല നിന്റെ വായിന്ന് നേരിട്ടാവെന്ന് കേൾക്കണമായിരുന്നു. പക്ഷേ നീ ചെവിക്കുന്നുള്ളിക്കോ. നീ വന്നില്ലെങ്കിലും വയനാട്ടിൽ ഞങ്ങൾ പയറ്റും. തച്ചോളി വർഗീസ് വന്നില്ലെങ്കിൽ പുത്തൂരാനെ കൊണ്ടുപോയി ഞങ്ങൾ അംഗം വെട്ടും. ഇത് സത്യം, സത്യം, സത്യം. തുടങ്ങാം. ഇടത്ത് ചവിട്ടി ഇടത്തേതെടുത്ത് വലത്തോട്ട് വെച്ച് വലത്ത് മാറി വീതി ചുരുക്കി അമർന്ന് ഇടത്തോട്ട് ഇടത്ത് വലത്തോട്ട് വലത്ത് കൊണ്ട് വീതി ചുരുക്കി ചാരിക്കെട്ടി തിരിഞ്ഞു മറിഞ്ഞു തിരിഞ്ഞു കിഴക്കോട്ട് തിരിഞ്ഞു താരി. പുത്തൂരേ, സൂക്ഷിച്ചു വേണം, അതുങ്ങൾ ചത്തുപോകും. പോയി പടി പോയി. നിന്നെ വടിയെടുക്കടാ. എന്റെ ഒരു കളരി വീതി ചുരുക്കി കിടകം മറുകിടകം. ശ്യാം, ശ്യാം, ഡോ, ഇതാ തന്റെ ബർത്ത്ഡേ കേക്ക്. ശ്യാം, അതെ, വേലങ്ങ് മനസ്സിൽ വെച്ചേരെ. 3 അമ്മമാരും കൂടെ ചേർന്നുകൊണ്ട് അവനെ ഒളിപ്പിച്ചിരുത്തിയേച്ച് മുഖത്ത് കുറച്ചുകൂടെ വിഷമം വരുത്തും, എന്നാലും ഒരു ഒറിജിനാലിറ്റി വരും. ഇന്നലെ ശ്യാം കളരിയിലെത്തുന്നു വിചാരിച്ച് ഞാൻ എങ്ങോട്ടും തിരിഞ്ഞില്ല. അയാൾ എവിടെ? ഇന്നലെ മുതൽ ഞങ്ങളും നോക്കിയിരിക്കുക. അവനെ മദ്രാസിലേക്കൊന്നും വിടണ്ടായിരുന്നു. ഹോസ്റ്റലിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാമായിരുന്നില്ലേ? വിളിച്ചു. അവരുടെ ബാച്ചിന് സെമസ്റ്റർ എക്സാം കഴിഞ്ഞു. ഇപ്പൊ വെക്കേഷനാ. എല്ലാരും വീട്ടിൽ പോയിരിക്കുന്ന വാർഡൻ പറഞ്ഞത്. അപ്പൊ ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ കൂടെ പോയിട്ടുണ്ടാവും, അല്ലാതെ എവിടെ പോവാനാ? അവന്റെ പഠിത്തം നിർത്തി പിടിച്ചൊരു പെണ്ണ് കെട്ടിക്കുക വേണ്ടത്. എന്നാലും ഒരു ഉത്തരവാദിത്തം ഉണ്ടാവുള്ളൂ. അയാളുടെ കാര്യത്തിൽ നിങ്ങൾ ആരും പേടിക്കണ്ട. നല്ല ഇരുത്തം വന്ന മനസ്സാ, അത് കളരിന്ന് കിട്ടിയതാ. അയാളുടെ ചൂടൊന്നും പഴിക്കില്ല. എന്നാലും മനുഷ്യന്റെ കാര്യല്ലേ. അവനെ കാണാത്തപ്പോ ഒരു വിഷമം. പെറ്റ എന്നേക്കാൾ വിഷമമാ സുഭദ്രയടുത്തേക്കും ലക്ഷ്മിക്കൂ. ഞങ്ങളുടെ അച്ഛനും എല്ലാം അന്വേഷിച്ചു തരേണ്ട ഭർത്താക്കന്മാരും നേരത്തെ അങ്ങ് പോയില്ലേ. പിന്നെ ഒക്കെക്കും കൂടിയുള്ള ഒരു ആൺതരിയ എനിക്കും ലക്ഷ്മിക്കും കൂടി വേണ്ടിയാ അവൻ രമയുടെ വയറ്റിൽ പിറന്നത്. നിങ്ങളുടെ ഈ മട്ട് കണ്ട അയാളുടെ ചുവടൊന്നും പിഴക്കില്ല എന്ന് നേരത്തെ പറഞ്ഞത് മാറ്റി പറയേണ്ടി വരുമെന്നാ തോന്നുന്നു. കണ്ടില്ലേ, ഒരു പിറന്നാളിന് വരാത്തപ്പോ തന്നെ ഏതാണ്ട് വലിയ ആപത്ത് വളഞ്ഞ മട്ട എല്ലാവർക്കും.